ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കറിയാം എല്ലാ വണ്ടികളിനൊപ്പം നമുക്ക് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് പുതിയൊരു ഓപ്ഷനൊന്നുമല്ല, ഒരുപാട് കാലങ്ങളായിട്ട് വണ്ടികളിലുള്ളതാണ്. അപ്പം മിക്ക ഫുൾ ഓപ്ഷൻ വണ്ടികളിലും നമ്മൾ ചെല്ലുമ്പോൾ എക്സിക്യൂട്ടീവ് പറയുന്നതാണ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത് എന്താണ് ക്രൂയിസ് കൺട്രോൾ എന്നറിയാത്തതും ഇതുവരെ ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ അത് അത്രത്തോളം പോസിബിൾ അല്ല. എന്നാൽ ഇതുപോലുള്ള നമുക്ക് നല്ല ഹൈവേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എന്താണ് ഒട്ടുമിക്ക ഡ്രൈവേഴ്സിനും ആൾക്കാരും ഒക്കെ അറിയുന്നതാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഈ ക്രൂയിസ് കൺട്രോളിന്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടുകൂടി വണ്ടി ഓടിക്കാം. നമുക്ക് ആക്സിലേറ്ററോ ക്ലച്ചോ ഒന്നും ആ ഒരു സിറ്റുവേഷനിൽ ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൈവേസിൽ നമുക്ക് എന്ത് ചെയ്യാം, റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മാരുതിയുടെ എസ്ക്രോസിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മിക്ക വണ്ടികളിലും ഉണ്ടായിരിക്കും. ഫുൾ ഓപ്ഷൻ വാഹനങ്ങളാണ് പൊതുവേ കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ക്രൂയിസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഇത് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഒരു ഗ്രീൻ കളറിൽ ഈ ഒരു ക്രൂയിസ് കൺട്രോളിന്റെ ഒരു ലോഗോ വരുന്നതാണ്. ഓക്കെ, അത് വന്നതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ വരുന്ന ഈ ഒരു ബട്ടണിലാണ്. ഓക്കെ, ഇവിടെ RES+ എന്ന് പറഞ്ഞിട്ടുണ്ട്, സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ചിഹ്നമുണ്ട്. അപ്പോൾ ഈ സെറ്റിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എത്ര ദൂരം, എത്ര സ്പീഡിലാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വണ്ടി പോകുന്നത് 50 കിലോമീറ്റർ, ഏകദേശം 60 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു സ്പീഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അവിടെ സെറ്റ് എന്ന് ഇൻഡിക്കേഷൻ വന്നു. ഓക്കെ, ഇനിയിപ്പം ഞാൻ ആക്സിലേറ്റർ എന്നൊക്കെ കാലെടുക്കുകയാണ്. ഇപ്പം നമ്മളൊന്നുമില്ല, ആക്സിലേറ്ററിലോ ക്ലച്ചിലോ ബ്രേക്കിലോ ഒന്നും കാലില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പ്ലസ് എന്നുള്ളത് കണ്ടോ, ഞാൻ പറഞ്ഞത് നമുക്ക് ഗെയിം കളിക്കുന്ന ലാഭത്തോടു കൂടി ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്പീഡ് കൂടി പോവാണ്. കണ്ടോ, വേറെ ഒന്നുമില്ല, ആക്സിലേറ്റർ കൊടുക്കണ്ട, ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് വെറുതെ കാല് എന്ത് ചെയ്യാം, ആക്സിലേറ്ററിൽ ചവിട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാം. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യാൻ ഒന്നുകിൽ ഈ ബട്ടൺ അമർത്താം, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ബ്രേക്കിലൊന്ന് അപ്ലൈ ചെയ്താൽ തന്നെ ക്യാൻസൽ ആവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു ഇൻഫോർമേഷൻ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.